നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഡിജിറ്റൽ OCI കാർഡ് നിലവിൽ വന്നു. ഇന്ത്യൻ സർക്കാർ ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺസിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന ലൈഫ് ലോങ് വിസയായ OCI കാർഡ് ഇതുവരെ പാസ്പോർട്ട് ബുക്ക് പോലെയുള്ള ഒരു യാത്രാരേഖയായിരുന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഇനി മുതൽ ഈ OCI എന്ന ഇലക്ട്രോണിക് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറുകയാണ്. എന്താണ് ഈ OCI അഥവാ ഡിജിറ്റൽ OCI കാർഡ്? സ്മാർട്ട് ഫോണുകളിലെ ആപ്പുകൾ പോലെ ഒരു ആപ്ലിക്കേഷൻ വഴി ഇത് സാധ്യമാക്കാം. ഇപ്പോൾ OCI കാർഡ് കൈവശമുള്ളവർക്കും പുതുതായി അപേക്ഷിക്കുന്നവർക്കും ഇത് ബാധകമാണ്. എല്ലാ രേഖകളും കൃത്യമാണെങ്കിൽ ഈ ആപ്പിൽ ഒരു QR കോഡ് കിട്ടും. വിമാനയാത്രകളുടെ ഭാഗമായി മൊബൈലിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ബോർഡിംഗ് ബാർകോഡ് സ്കാൻ ചെയ്യുന്നത് പോലെ ഇത് സ്കാൻ ചെയ്യാവുന്നതാണ്. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസിനായി കാത്തു നിൽക്കുന്ന സമയവും ഇതുമൂലം ലാഭിക്കാം. എപ്പോഴാണ് പുതിയ ഈ OCI ലഭ്യമാകുക എന്ന് ചോദിച്ചാൽ, പുതുതായി അപേക്ഷിക്കുന്നവർക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം OCI അപ്രൂവൽ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഈ OCIയും സ്മാർട്ട് ഫോണിലെ ആപ്പിൽ ലഭ്യമാകും. ഇന്ത്യയിലേക്കുള്ള ഭാവിയിലെ യാത്രകൾക്കുള്ള രേഖയായി അതിലെ QR കോഡ് മാത്രം മതിയാകും. ബയോമെട്രിക് സ്കാനിംഗ് സംവിധാനങ്ങൾ പുതിയ ഈ OCI കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൈവശമുള്ള OCI ബുക്ക് കൊണ്ട് യാത്ര ചെയ്യാനാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും യാത്ര ചെയ്യാം. ഇനി ഒരു പുതിയ അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ OCI ബുക്ക് കൊണ്ട് യാത്ര തുടരാവുന്നതാണ്. എങ്കിലും ഭാരത സർക്കാർ ഈ OCI ഡിജിറ്റൽ QR കോഡിനാണ് മുൻഗണന നൽകുന്നത്. OCI സർവീസുകൾക്ക് പല പോർട്ടലുകളല്ല, ഇനി മുതൽ എല്ലാ സർവീസുകൾക്കും ഒരു അല്ലെങ്കിൽ ഒറ്റ പോർട്ടലിന്റെ കീഴിലാണ് കാര്യങ്ങൾ നടക്കുക. പുതിയ രജിസ്ട്രേഷനുകൾ, റീ ഇഷ്യൂ, രേഖകളുടെ അപ്ഡേറ്റ്സ്, റിനൗൺസിയേഷൻ മുതലായ എല്ലാ സർവീസുകളും ഈ ഒരൊറ്റ പോർട്ടലിൽ സാധ്യമാണ്. ഇനി മുതൽ എല്ലാ രേഖകളും ഈ പോർട്ടലിലൂടെയാകും ഡിജിറ്റലായി സമർപ്പിച്ചാൽ കാര്യങ്ങൾ ശരിയായി നൽകും. പുതിയ വിദേശ പാസ്പോർട്ട് കിട്ടിയ ശേഷം OCI പോർട്ടലിൽ കൂടി 90 ദിവസത്തിനകം അതിന്റെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം. അതുപോലെ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്കും OCI നിയമങ്ങൾ ബാധകമാണ്. വിദേശ പാസ്പോർട്ട് കിട്ടിയ കുട്ടികൾ 90 ദിവസങ്ങൾക്കകം ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യാത്തവർക്ക് യാത്രകൾ മുടങ്ങാനും പിഴ ഒടുക്കേണ്ടതായും വന്നേക്കാം. പുതിയ OCI കാർഡ് അപേക്ഷകർക്കാണ് ഈ OCI QR കോഡുകൾ ഇപ്പോൾ ലഭ്യമാകുക. നിലവിൽ ഈ OCI ബുക്കലെറ്റുകൾ കൈവശമുള്ളവർക്ക് അവ പുതുക്കുമ്പോൾ കോഡ് ലഭ്യമാകും. എല്ലാ സർവീസുകൾക്കും പുതുക്കിയ ഫീസുകളും നിലവിൽ വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓൺലൈൻ OCI പോർട്ടൽ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതിന്റെ ലിങ്ക് ഞങ്ങൾ കമന്റ് ബോക്സിന്റെ അടിയിൽ നൽകിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ജർമ്മനിയിലെ ജൂത സമൂഹം നേരിടുന്ന കടുത്ത സുരക്ഷാ ഭീഷണിയെക്കുറിച്ചുള്ള ആശങ്കാജനകമായ വാർത്തയാണ് ഇനി പറയുന്നത്. കടുത്ത ഭീതിയിൽ ജർമ്മനിയിലെ ജൂതന്മാർ ഇവിടെ താമസിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. രാജ്യം വിടാൻ പലരും ഒരുങ്ങുന്നതായും റിപ്പോർട്ടുണ്ട്. ലണ്ടനിലെ തെരുവുകളിൽ വംശീയ അധിക്ഷേപവും ഉയരുകയാണ്. ജർമ്മനിയിലെ തങ്ങളുടെ ദൈനംദിന ജീവിതം കടുത്ത ഭീതിയിലാണെന്നും സുരക്ഷിതമായ ഒരു ദിവസം കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും വെളിപ്പെടുത്തൽ. തലസ്ഥാനമായ ബെർലിനിലെ ജൂത സമൂഹമാണ് ഇക്കാര്യം പറയുന്നത്. ഒക്ടോബർ 7 ഇസ്രായേൽ ഗാസ യുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ വർദ്ധിച്ചു വരുന്ന വംശീയ അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും കാരണം പല കുടുംബങ്ങളും രാജ്യം വിടാൻ പദ്ധതിയിടുന്നതായി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബെർലിനിലെ പല കെട്ടിടങ്ങളുടെ ചുവരുകളിലും ജൂതന്മാർക്കെതിരെയുള്ള കൊലവിളികൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയും ഇവർക്ക് നിരന്തരമായി ഭീഷണികൾ വരുന്നുണ്ട്. ആക്രമണം ഭയന്ന് ജൂത കുട്ടികൾ അവരുടെ പരമ്പരാഗതമായ തൊപ്പിയായ കിപ്പ ധരിക്കാനോ അവരുടെ ക്ലബ് ജേഴ്സികൾ ഇട്ട് പുറത്തിറങ്ങാനോ ഭയപ്പെടുകയാണ്. ജൂത കുട്ടികളുടെ ഫുട്ബോൾ മത്സരങ്ങൾക്ക് പോലും ഇപ്പോൾ ജർമ്മനിയിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തേണ്ട അവസ്ഥയാണ്. ജർമ്മനി തങ്ങൾക്ക് ഇനി സുരക്ഷിതമല്ലെന്ന് ബോധ്യപ്പെട്ടതോടെ കുട്ടികളുടെ ഭാവി മുൻനിർത്തി പല മാതാപിതാക്കളും മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ നിർബന്ധമായിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ചിന്താഗതികളും ജൂതവിരുദ്ധതയും ഇവിടുത്തെ ക്രമസമാധാന നിലയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ജർമ്മനിയിലെ ബ്രാൻഡംബുർഗ് സംസ്ഥാനത്തെ കുട്ടികളുടെ ഡോക്ടറായ അസിസ്റ്റന്റ് ഫിസിഷ്യൻ 70-ലധികം കുരുന്നുകളെ ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിന്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ വീണ്ടും പുറത്തു വരികയാണ്. പ്രതിക്കെതിരെ ഇപ്പോൾ 130 ലൈംഗിക അതിക്രമ കേസുകളിൽ പോട്സ്ഡാം കോടതിയിൽ പ്രോസിക്യൂഷൻ കുറ്റപത്രം സമർപ്പിച്ചു. പീഡനത്തിനിരയായ കുട്ടികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞിന് വെറും 2 വയസ്സ് മാത്രമാണ് പ്രായം. ഇയാൾ 2013 മുതൽ 2025 വരെയുള്ള കാലയളവിലാണ്
ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ പീഡിപ്പിച്ചത്. ഈ പറയുന്ന കാര്യങ്ങൾ ജർമ്മനിയിൽ പുതുതായി എത്തിയ യുവ മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. ജർമ്മനിയിലെ ആശുപത്രി നിയമപ്രകാരം കുട്ടികളെ പരിശോധിക്കുമ്പോൾ മറ്റൊരു നേഴ്സോ അല്ലെങ്കിൽ മാതാപിതാക്കളോ കൂടെ ഉണ്ടാകണം. 4 eyes പ്രിൻസിപ്പിൾ ആണ് ജർമ്മനിയിൽ തുടരുന്നത്. എന്നാൽ ഈ സുരക്ഷാ നിയമം കാറ്റിൽ പറത്തി കുട്ടികളെ തനിച്ചാക്കിയാണ് ബ്രാൻഡൻബുർഗിലെ ഡോക്ടർ ക്രൂരകൃത്യങ്ങൾ നടത്തിയിരുന്നതെന്ന് ആശുപത്രി അധികൃതരും സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ ആശുപത്രികളിലെ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. ഉപരിപഠനത്തിനും മെച്ചപ്പെട്ട ജീവിതത്തിനുമായി ജർമ്മനിയിലെത്തി മാസങ്ങൾക്കകം മലയാളി യുവതി ക്യാൻസർ ബാധിച്ച് അന്തരിച്ചു. ഇടുക്കി മഞ്ഞപ്പാറ സ്വദേശിനി മരിയ ജോർജ് എന്ന 26 വയസ്സുള്ള ആളാണ് ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ട് ക്ലിനിക്കിൽ ചികിത്സയിലിരിക്കെ അന്തരിച്ചത്. ജർമ്മനിയിൽ നഴ്സായി ജോലി ചെയ്യുന്ന ഭർത്താവ് അജിത്തിനൊപ്പം സ്റ്റൈനൻബ്രൂണിലായിരുന്നു മരിയ താമസിച്ചിരുന്നത്. വിവാഹം കഴിഞ്ഞ് 4-ാം മാസമാണ് മരിയയെ മരണം കവർന്നത്. രോഗം ബാധിച്ചുവെങ്കിലും ധീരമായ പോരാട്ടത്തിലൂടെ ജീവിതം തുടരുകയും ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു മരിയ. തുടക്കം കേരളത്തിലാണ്. 2025 കേരളത്തിലായിരുന്നപ്പോഴാണ് മരിയയ്ക്ക് ആദ്യമായി സ്തനാർബുദം സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് ആലുവ രാജഗിരി ആശുപത്രിയിൽ വെച്ച് വിദഗ്ധ ചികിത്സകൾക്കും തെറാപ്പികൾക്കും മരിയ വിധേയരായി. വിവാഹവും ജർമ്മനിയിലേക്കുള്ള യാത്രയും പിന്നീടാണ് ഉണ്ടായത്. രോഗാവസ്ഥയിലും തളരാതെ ജീവിതത്തിലേക്ക് ചുവടുവെച്ച മരിയയും ഇടുക്കി മണിപ്പാറ സ്വദേശിയായ അജിത് തങ്കച്ചനും 2026 ജനുവരി 18-നായിരുന്നു വിവാഹിതരായത്. തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇരുവരും ഒന്നിച്ച് ജർമ്മനിയിലെത്തിയത്. ജർമ്മനിയിലെത്തിയിട്ടും രോഗം വീണ്ടും വില്ലനായി. ജർമ്മനിയിലെത്തിയതിന് തൊട്ടു പിന്നാലെ മാർച്ച് മാസത്തിൽ മരിയയ്ക്ക് ശ്വാസകോശ അർബുദം സ്ഥിരീകരിച്ചു. ഫോർസൈമിലെ ആശുപത്രിയിൽ വെച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കുകയും ചെയ്തു. എന്നാൽ തൊട്ടടുത്ത മാസങ്ങളിൽ രോഗം മസ്തിഷ്കത്തിലേക്ക് പടരുകയായിരുന്നു. സ്റ്റുട്ട്ഗാർട്ട് കാതറിൻ ഹോസ്പിറ്റലിൽ ഒന്നിലധികം തവണ തലച്ചോറിലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായെങ്കിലും നില അതീവ ഗുരുതരമാവുകയും കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. അവസാന നിമിഷം വരെ കടുത്ത വേദനകളോടും രോഗത്തോടും ധീരമായ പോരാട്ടം നടത്തിയാണ് മരിയ മരണത്തിന് കീഴടങ്ങിയത്. ഇടുക്കി മഞ്ഞപ്പാറ കല്ലാട്ട് വീട്ടിൽ KJ ജോർജിന്റെയും നസ്യമ്മ പോൾ ദമ്പതികളുടെയും മകളാണ് മരിയ. ഇടുക്കി കരിമ്പൻ മണിപ്പാറ പാരേക്കുടിയിൽ തങ്കച്ചൻ തോമസ് ജെസ്സി ജോർജ് ദമ്പതികളുടെ മകനാണ് അജിത്. മരിയയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ഔദ്യോഗിക നടപടികൾ ജർമ്മനിയിൽ പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇടുക്കിയിൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ചെറുപ്രായത്തിൽ തന്നെ മരിയയെ കവർന്ന രോഗത്തിന്റെ ധാരണാവസ്ഥയോർത്ത് മിങ്ങിപ്പൊട്ടുകയാണ് ജർമ്മനിയിലെ മലയാളി സമൂഹം. അജിത്തിന്റെയും മരിയയുടെയും കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പ്രവാസി ഓൺലൈനും പങ്കുചേരുകയാണ്. സംസ്കാരം നാട്ടിലാണ് നടക്കുക. വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ഇടവാംഗമായ മരിയ ജോർജിന്റെ ഭൗതിക ശരീരം ജർമ്മനിയിലെ നിയമ നടപടികൾ പൂർത്തിയാക്കി അടുത്ത ദിവസങ്ങളിൽ തന്നെ നാട്ടിലെത്തിക്കും. തുടർന്ന് ഇടുക്കി മഞ്ഞപ്പാറയിലുള്ള ഭവനത്തിലെ പൊതുദർശനത്തിന് ശേഷം വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും. സംസ്കാരം സംബന്ധിച്ച കൃത്യമായ തീയതിയും സമയവും മൃതദേഹം നാട്ടിലെത്തുന്നതിനനുസരിച്ച് കുടുംബാംഗങ്ങൾ പിന്നീട് അറിയിക്കുമെന്നാണ് ഞങ്ങൾക്കുള്ള വിവരം. വിവാഹം കഴിഞ്ഞ് വെറും 4 മാസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ഭാര്യയെ നഷ്ടപ്പെട്ട അജിത്തിന്റെയും മകളുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ തളർന്ന മാതാപിതാക്കളുടെയും ദുഃഖത്തിൽ ജർമ്മനിയിലെ പ്രവാസി മലയാളി സമൂഹവും വിവിധ മലയാളി അസോസിയേഷനുകളും ആഴമായ അനുശോചനവും രേഖപ്പെടുത്തി. യൂറോപ്യൻ പാർലമെന്റ് പുതുതായി ഏർപ്പെടുത്തിയ പ്രഥമ യൂറോപ്യൻ ഓർഡർ ഓഫ് മെറിറ്റ് പുരസ്കാരങ്ങൾ നൽകി. മുൻ ജർമ്മൻ ചാൻസലർ അംഗല മെർക്കൽ, ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി, മുൻ പോളിഷ് പ്രസിഡന്റ് ലെക് വലേസെ എന്നിവരാണ് ഈ പരമോന്നത ബഹുമതിക്ക് അർഹരായത്. ഫ്രാൻസിലെ സ്ട്രാസ്ബുർഗിലുള്ള യൂറോപ്യൻ പാർലമെന്റ് ആസ്ഥാനത്ത് ചൊവ്വാഴ്ച നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക ഇറ്റലി സന്ദർശനത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രത്യേക നയതന്ത്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ റോമിൽ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചകളിൽ തീരുമാനമാകുമെന്നാണ് ഇറ്റാലിയൻ സർക്കാർ വ്യക്തമാക്കുന്നത്. മുൻപ് G20, G7 ഉച്ചകോടികളിൽ പങ്കെടുക്കാൻ ഇറ്റലിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ ഔദ്യോഗിക ഇറ്റലി സന്ദർശനമാണിത്. ബുധനാഴ്ച റോമിലെ ചരിത്രപ്രസിദ്ധമായ വില്ല ഡോറിയ ഫാംബിലിയിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായും കൂടിക്കാഴ്ച നടത്തും. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയുന്ന സന്ദർഭത്തിൽ അമേരിക്കയെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയെ ഒരു ശക്തമായ പങ്കാളിയായിട്ടാണ് കാണുന്നത്. ഇറ്റലിയിലെ വലിയൊരു വിഭാഗം വരുന്ന പ്രവാസി മലയാളി സമൂഹവും ഏറെ പ്രതീക്ഷയോടെയാണ് മോഡിയുടെ സന്ദർശനത്തെ നോക്കിക്കാണുന്നത്. Prime Minister Modi brought us a gift, a very, very good toffee.
രാഷ്ട്രീയത്തിൽ വൻ പുകിലുണ്ടാക്കുന്ന ഒരു സുപ്രധാന വാർത്തയാണ് അടുത്തത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെയും തലയ്ക്ക് ഇറാൻ വിലയിട്ടു. 5 കോടി യൂറോയാണ് വിലയിട്ടിരിക്കുന്നത്. ഇറാൻ പാർലമെന്റ് അടിയന്തര നിയമനിർമ്മാണത്തിന് ഇതിനായി ഒരുങ്ങുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഇരട്ടിയാക്കുന്നതാണ് ഇറാന്റെ ഈ പുതിയ നീക്കം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖൊമൈനിയെയും തൊട്ടടുത്ത മാസം മറ്റൊരു പ്രമുഖ നേതാവായ അലി ലാരിജാനിയെയും വധിച്ചിരുന്നു. ഇതിനുള്ള നേരിട്ടുള്ള പ്രതികാരമായാണ് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും വധിക്കാൻ ഇറാൻ പരസ്യമായി ആഹ്വാനം ചെയ്യുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.